ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ നേന്ത്രപ്പഴം കൊണ്ടുള്ള 4 മണി പലഹാരത്തിന് നമ്മൾ ഒരുപാട് കറുത്ത പഴം എടുക്കരുത് കേട്ടോ. അപ്പോൾ മീഡിയം പഴുപ്പുള്ള പഴമാണ് ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആമസോണിൽ നിന്ന് നമ്മൾ കുറച്ച് ചെരുപ്പുകളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ബ്ലാക്ക് ഷൂ ആണ്. ഇത് ഷൂവിൻ്റെ മോഡലിലെ ചെരുപ്പാണ്. ഇത് 10 ഇഞ്ചാണ് കേട്ടോ. സൈസ് 10ആണ്. 799 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല കംഫർട്ടബിളാണ്. നമുക്കിത് തുണിയൊക്കെ ഉടുക്കുന്നവർക്കും അതുപോലെ തന്നെ പാൻറ്റിൻ്റെ ഒപ്പം ഒക്കെ കോമ്പിനേഷനാണ് കേട്ടോ. ഇതേപോലെ എന്താ പറയുക, ഇതുപോലെ ഒരു ഓപ്പൺ ഉണ്ട്. അതിൽ കൂടി നമുക്ക് ഒന്ന് ആദ്യമൊക്കെ ഇടുന്ന സമയത്ത് ടൈറ്റ് ആണെങ്കിൽ അതിൽ കൂടിയൊക്കെ നമുക്ക് തുറന്നിട്ട് ഇടാൻ പറ്റും. നല്ല കംഫർട്ടബിളാണ്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല തിളക്കത്തോടു കൂടി നല്ലൊരു അടിപൊളി ചെരുപ്പാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് ഇത് വെയർ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ നടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ സമയത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓഫറുണ്ട്, ഒരുപാട് വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഷൂ ആണ്. ഈ ഷൂ പിന്നെ വൈറ്റ് ഷൂ ആണ്. വൈറ്റും ബ്ലാക്കും റെഡും കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇത് 9ആണ് കേട്ടോ സൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 882 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് പുറത്ത് നമ്മൾ 1000-ൻ്റെ മേലേക്ക് കൊടുക്കണം. ഇത് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ടബിളാണ്. ഉള്ളിലൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ച് പോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല. നല്ല സോഫ്റ്റാണ്. നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായതാണ്. ഏതൊരു പാൻറ്റിൻ്റെ ഒപ്പം ഇത് നമുക്ക് നല്ല കോമ്പിനേഷനാണ്. പിന്നെ അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഇതേപോലെ ലെയർ ആയിട്ടുള്ള ഒരു വള്ളി കൂടി ഉള്ള ഒരു ഷൂ മോഡൽ ചെരുപ്പ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അതും ബ്ലാക്ക് കളറാണ് വാങ്ങിയിട്ടുള്ളത്. 9ആണ് സൈസ്. പിന്നെ ഇതിൻ്റെ വില വരുന്നത് 499 രൂപയാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് സിബ് ആണ് ബാക്കിലുള്ളത്. സിബ് നല്ല സ്മൂത്തായിട്ട് ഇടുകയും ചെയ്യാൻ പറ്റിയ സിബാണ്. അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല സോഫ്റ്റാണ്. കാലിൽ ചെരുപ്പ് ഉണ്ടെന്ന് തന്നെ തോന്നില്ല. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചെരുപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള ചെരുപ്പാണിത്. ഇത് നമുക്ക് അബായ, സാരി, ചുരിദാർ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും ഇടാം. ഇതൊരു പ്ലാസ്റ്റിക് മോഡൽ ചെരുപ്പാണ്. പക്ഷെ ഒരു ഷൂ മാതിരി മുൻഭാഗം കവർ ചെയ്തിട്ട് ഇതേപോലെ 2 വള്ളി ഉള്ള ചെരുപ്പാണ്. ഇത് 7ആണ് സൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 307 രൂപയാണ്. ഇപ്പോൾ ആമസോണിൽ ഒരുപാട് വില കുറവുണ്ട് കേട്ടോ. ഗ്രേറ്റ് ഇന്ത്യ സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് റേറ്റ് കുറവാണ് എല്ലാ സാധനങ്ങൾക്കും. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആ ലിങ്കിൽ പോയി കയറിയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാധനത്തിനും ഓരോ സാധനത്തിനും 70% വരെ ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതാ നമ്മുടെ സ്നാക്കിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതേ നേന്ത്രപ്പഴം 3 എടുത്ത് വെച്ചത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കാം. ഇനി അതേ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു നേന്ത്രപ്പഴത്തിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ആ കട്ട് ചെയ്ത ഓരോ ഭാഗത്തിനെയും നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്യുക. അങ്ങനെയാണ് എടുക്കുന്നത്. വണ്ണമുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യുകയായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ മുഴുവനും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയ സാധനത്തിന് പേര് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ബ്യൂട്ടിയും അതേപോലെ തന്നെ ഫാഷനും ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലാണ് നമ്മുടെ ഈ ലിങ്കിൽ പോയി തൊട്ടിട്ട് അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 70% ഡിസ്കൗണ്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ പൊടിച്ചതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനൊരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓട്സാണ്. അപ്പോൾ ഞാൻ ഓട്സ് എടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഓട്സ് ഇല്ലെങ്കിൽ ഇതിന് പകരം ബ്രെഡ് ക്രംസ് എടുത്താലും മതിയാകും. ഒരു 5 ബ്രെഡോളം എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 നേന്ത്രപ്പഴത്തിന് കറക്റ്റ് പാകമായി കിട്ടും. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ആദ്യം നമ്മൾ മൈദയിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. നല്ലൊരു കവറിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദയിൽ നിന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴത്തിൽ ഒരു ചെറിയൊരു നനവുണ്ടാവുമല്ലോ, ഒരു പശപശപ്പ് ഉണ്ടാവും, അത് പോയി കിട്ടും നമ്മൾ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഓട്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഓട്സ് വർക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ വർക്കൊന്നും ചെയ്യാത്ത ഓട്സാണ് എടുത്തിട്ടുള്ളത്, സാധാ ഓട്സാണ്. ഇപ്പോൾ വറുക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓട്സ് ഇങ്ങനെ തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ, ഓട്സ് കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ ഓട്സ് വേണമെങ്കിൽ ഒന്ന് വറുത്തിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ആകുമ്പോൾ ഒരു വെറൈറ്റിയാണ്, നമുക്കിങ്ങനെ കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാനും കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഓട്സ് ഇല്ലെങ്കിൽ അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ഇതേപോലെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ 4 മണി ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം. എപ്പോഴും നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് പഴംപൊരിയിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനും കുറച്ചുകൂടി താല്പര്യം കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനായിട്ട് അത് ഇതേപോലൊരു ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ഒരുപാട് ചൂടായി പോകണ്ട കേട്ടോ. ഒരുപാട് ചൂടായി പോയാൽ നമ്മൾ ഓട്സൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം താത്തി കൊടുക്കുക, എന്നാൽ ലോ ഫ്ലെയിമിലേക്കും വെക്കരുത്. ഇപ്പം നമ്മൾ ഓട്സ് ചേർത്തത് കൊണ്ടാണ് എണ്ണയ്ക്ക് ഇങ്ങനെ ഒരു കളർ വരുന്നത്, ഒരു വൈറ്റ് കളർ പോലെ വരുന്നത്. നമ്മൾ ഈ എണ്ണ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതാണ് ഞാൻ പറയുന്നത്, ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ, ലോ ഫ്ലെയിമിൽ ഒരല്പം കൂട്ടി വെക്കുക. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള വേവായി കിട്ടുകയും ചെയ്യും, അത് കരിഞ്ഞു പോകുമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഫ്ലേവർ ഒന്നും ചേർത്ത് കൊടുത്തില്ല. നിങ്ങൾക്ക് മുട്ടയ്ക്ക് ഫ്ലേവർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയോ വാനില എസൻസോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗമായ സമയത്ത് എല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ 2 ഭാഗവും ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, വളരെ ഈസി ആയിട്ട് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കും. ആ ലിങ്കിൽ തൊട്ടിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 70% ഓഫർ ഉണ്ട്, അതും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.